ഗൈസ്, എത്രയോ കാലത്തിന് ശേഷമാണ് സ്കൂളിലോട്ട് വരുന്നത്. ഇത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മെമ്മറിയാണ് ഈ സ്കൂളെന്ന് പറയുന്നത്. പുള്ളിയുടെ സ്കൂള് ഞാൻ ഇതിലൂടെ എത്ര തവണ പോയിട്ടുണ്ട്, പക്ഷെ കയറിയിട്ടില്ല. ഇവിടെ ആയിട്ടൊരു കടയൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. ഇവിടെയാണോ എനിക്ക് തോന്നണത് നമ്മൾ ഉപ്പിലിട്ടൊക്കെ വെക്കുന്നത്. അതൊന്നും ഇപ്പം ഇല്ല. കുട്ടികളുടെ ശബ്ദം കേൾക്കുമ്പേ എന്തോ ഒരു സന്തോഷം. കുട്ടികളെല്ലാം ഭയങ്കര സ്നേഹത്തോടെയാണ് കേട്ടോ വെൽക്കം ചെയ്തത്. എന്നെ വീഡിയോയിലോ അല്ലെങ്കിൽ എവിടേക്കോ കണ്ടു പരിചയമുള്ള കുട്ടികളാണ് കൂടുതൽ വരും. അപ്പോൾ അവർക്കും ഭയങ്കര സന്തോഷം. ഞാൻ പെട്ടെന്നങ്ങ് ഷൈ ആയിപ്പോയി, പടച്ചോനേന്ന്. പിന്നെ ഇത് അവിടുത്തെ ഹെഡ് മാസ്റ്ററാണ് ഇപ്പോഴത്തെ സാറ്. പിന്നെ ബുഷ ടീച്ചർ, റംല ടീച്ചർ, നാസിർ മാഷ്, അവരൊക്കെ ഞാൻ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നവരാണ്. അപ്പോൾ അവിടുന്ന് ആ കാറൊന്ന് എടുത്ത് തിരിച്ചു പോരാൻ നല്ലതായിട്ട് ബുദ്ധിമുട്ടി. കാരണം അവരിങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ ചോദിക്കുമായിരുന്നു, യൂട്യൂബ് ചാനലിലെ വിശേഷങ്ങളും പിന്നെ എവിടെയൊക്കെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. ഒരു രസമാണല്ലേ. ഞാനപ്പോൾ ഓർത്തു, സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന ആൾക്കാർക്ക്, ടീച്ചേഴ്സിനൊക്കെ അവർക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും എന്ന് തോന്നും. കാരണം ഈ കുട്ടികളുടെ ഇടയിലല്ലേ ഇരിക്കുന്നത്. അവർക്കുള്ളിൽ പ്രശ്നങ്ങളും വിഷമങ്ങളും നമ്മളുടെ ഉള്ളിലുള്ള അത്രയും ഉണ്ടാവില്ലല്ലോ. അപ്പം നമുക്കും ആ ഒരു എനർജി കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ മനസ്സ് നിറഞ്ഞാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. ഞാൻ പോയത് എന്തിനാന്ന് പറഞ്ഞില്ലല്ലോ അല്ലേ. നമ്മളുടെ സ്കൂളിൻ്റെ ഒരു സീനിയർ ഇറങ്ങിയിട്ടുണ്ടായി. അപ്പം അതിൽ ഞാനൊരു കുറിപ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടേക്ക് പോയത്. ഞാൻ ഉമ്മാൻ്റെ കൈകളിലിരുന്ന് ആണ് സ്കൂളിൽ പോകാറുണ്ടായിരുന്നത്. അവിടേക്ക് ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി തിരിച്ചു ചെല്ലുമ്പോൾ ഒരുപാട് സന്തോഷം, അഭിമാനമുണ്ട്. എല്ലാവരോടും നിറയെ സ്നേഹം.